ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്ന് ലോങ് വീഡിയോയിൽ പറഞ്ഞില്ലേ, ഷോപ്പിംഗ് വ്ളോഗ്, ക്രിസ്മസ് റീത്ത് ഞാൻ ഉണ്ടാക്കുന്നു. അപ്പോൾ അതുണ്ടാക്കണ വീഡിയോ ആണ്. ഓക്കെ, ഇത്രയും സാമഗ്രികൾ വെച്ചാണ് നമ്മ ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കാൻ പോണത്. നമ്മ ഡോറിലൊക്കെ ഹാങ് ചെയ്യില്ലേ അത്. നമുക്ക് റീത്ത് ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് റീത്ത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇങ്ങനത്തെ 3 എണ്ണമാണ് വാങ്ങിയേക്കുന്നത്. ഇത് രണ്ടും ഇപ്പം പോയി വാങ്ങിയതാ. ഇത് തികയാത്തതുകൊണ്ട്. ഇത് കുറച്ച് വലിപ്പമുള്ളതാ. ഇത് തിന്നും, ഇത് കുറച്ച് വീതിയുള്ള ടൈപ്പ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാം. ഇത്രയും സാധനം വാങ്ങിച്ചപ്പോൾ അറൗണ്ട് ഒരു 350-ക്കുള്ളിലായിട്ടുള്ളൂ ഇത്രയും വലിയ റീത്ത് ഉണ്ടാക്കാം. ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടാ വീഡിയോ ചെയ്യണേ, അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാവും ഫാൻ്റെ. അതുകൊണ്ട് ഇപ്പം തന്നെ വേർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ആദ്യം റാപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഫെവി ഫ്ലെക്സ് ക്വിക്ക് വെച്ചിട്ട് ദൈവത്തിനറിയാം പുക വരുമെന്ന്. ചുറ്റിക്കൊടുക്കാം. കുറച്ച് കട്ടിക്ക് ചുറ്റി കൊടുക്കണം, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ എക്സ്ട്രാ വാങ്ങിപ്പിച്ചത്. മേത്ത് വീഴാണ്ട് നോക്കണം കേട്ടോ ഉണ്ടാക്കണെങ്കിൽ. നിങ്ങ ഫുള്ളും ചുറ്റിയിട്ട് കാണാം. ഞാൻ പിന്നെ ഇത് എംബ്രോയിഡറി ചെയ്യണ റിങ്ങാണ് ഇത് വാങ്ങിയത്. ഒട്ടിച്ച് അതേപോലെ നിൽക്കും. പിന്നെ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കണ ഒരു റിങ്ങില്ലേ, മെറ്റൽ ടൈപ്പ്, അത് വാങ്ങിച്ച ചിലപ്പോൾ എൻ്റെ കയ്യിൽ മറ്റേ ഗ്ലൂ ഗണ്ണില്ല. അപ്പം അത് വാങ്ങിയാൽ നല്ല എക്സ്പെൻസ് ആവുമെന്ന് വെച്ചാണ് ഞാൻ ഇതിനെ വാങ്ങിയത്. അത് തെന്നിപ്പോയാലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയതുകൊണ്ട്. വുഡാവുമ്പോൾ അതേപോലെ നിന്നോളും. സ്റ്റിക്ക് ചെയ്ത് അവിടെ തന്നെ തെന്നൂല്ലല്ലോ, ഇവിടെ തന്നെ സ്റ്റിക്കായിരുന്നോളൂ. അമ്മീ കരിയണ മണം വന്നത്. നമ്മ ഫസ്റ്റത്തെ ഇത് വെച്ച് ഇത്രയും ചുറ്റി. 2 കൂടി ബാലൻസ് ഉണ്ടാക്കും, കൂടി ചുറ്റണം. ഇത് തിന്നായതുകൊണ്ട് അതുപോലെ ഇത്രയും തിക്നെസ് വന്ന പോലെ ചുറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കുമെന്ന് നോക്കാം. എൻ്റെ കണ്ടിട്ടിരിക്കും ഇതിൽ. ഇതും കൂടെ ഉണ്ട്, ലാസ്റ്റ് വൺ. ഇത്തിരി ഗ്യാപ്പ് വേണ്ട. നമുക്ക് ഈ ബെല്ല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതേ പറ്റുള്ളൂ തൽക്കാലം. പോയി വാങ്ങിക്കാൻ എന്നെ കൊണ്ട് പയ്യ. Wow.
ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റെപ്പ് ഫിനിഷായി. ഇനി ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതും കൂടി കഴിഞ്ഞാൽ റീത്ത് കംപ്ലീറ്റ് ആവും. ഫസ്റ്റ് ഇത് ലാസ്റ്റ് വയ്ക്കാം. ഇവിടെ ബെല്ല് വെച്ച് കൊടുക്കാം. ബെല്ല് ഒട്ടിച്ചു കൊടുക്കണോ, ടൈ ചെയ്യണോ? ഒട്ടിച്ചു കൊടുക്കാം. അത് വെച്ചപ്പോ തന്നെ എന്ത് രസം. റെഡ് ഫ്ലവേഴ്സ് 350 ഇത്ര സൈസുള്ള റീത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനാണെങ്കിൽ നല്ല റേറ്റ് ആണ്. ഞാൻ ചോദിച്ചതാണ്. 350യുടെ ഇതുണ്ട്, റീത്ത് ഉണ്ട്, പക്ഷേ ചെറുതാണ്. ഇതിലും ചെറുതാണ്. കിട്ടും, റേറ്റ് അഫോർഡബിൾ റേറ്റിന് കിട്ടും, പക്ഷെ ചെറുതായിരിക്കും. ഇത്ര വലുതൊക്കെ നല്ല റേറ്റ് ആവും. നമുക്ക് ഇതുപോലെ ഉണ്ടാക്കണം, അതാണ് നല്ലത്. കാണാനുണ്ടോ? നമുക്കിത് വെക്കാം. ഫൈനൽ സ്റ്റെപ്പ്, ഇതും കൂടി ഹാങ് ചെയ്യണം. ആൻഡ് ഫൈനലി കംപ്ലീറ്റ് ലുക്ക് റീത്തിന്റെ. രസൂലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗൈസ് 350 നമ്മൾ 900 or 1000 വർത്ത് ക്രിസ്മസ് റീത്ത് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി ഹാങ് ചെയ്യാം ഡോറിൽ. നമ്മ ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കി. നല്ല രസൂലേ. സോറി, തിരിഞ്ഞു. എനിക്കിഷ്ടപ്പെട്ട്, അമ്മക്ക് ഇഷ്ടപ്പെട്ട്. വേർത്താണ്. നമ്മ 350ക്ക് ഇത് ഇത്രയും വലുത് വേർത്താണ്. ഇത് ഹാങ് ചെയ്യണം ഡോറില്. ഹാങ് ചെയ്യാൻ ഇത് നിൽക്കാൻ കുറച്ച് ടാസ്കാണ്. സ്റ്റൂൾ എടുക്കായിരുന്നത് ഒരു ഞാനുണ്ടായിരുന്നെ. കൊള്ളാവോ ഗൈസ്? ഞാൻ ഉണ്ടാക്കിയതാ. നമ്മ റീത്ത് ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങളിത് ട്രൈ ചെയ്യണേ. അഫോർഡബിൾ ആണ്. മീൻസ് ഇത്ര വലിയ റീത്ത് തൂക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇത്ര ലോ ബഡ്ജറ്റിൽ ചെയ്തെടുക്കുക. അതുകൊണ്ട് ചെയ്ത് നോക്കാം. സോ ബൈ.